പിഞ്ചാൽ ചുഴലിക്കാറ്റ് ഇന്ന് ഉച്ചയോടെ തീരം തൊടും. ചെന്നൈയിൽ കനത്ത മഴയും കാറ്റും. പലയിടങ്ങളിലും വെള്ളക്കെട്ട്. ചെന്നൈ വിമാനത്താവളം രാത്രി 7 മണി വരെ അടച്ചിടും. ചെന്നൈ, കാഞ്ചീപുരം, ചെങ്കൽപ്പേട്ട, തിരുവള്ളൂർ ജില്ലകളിൽ കനത്ത മഴ. തെക്കൻ കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഇത് ചുഴലിക്കാറ്റ് തീരത്തോട് അടുക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് അവസാനം ലഭിക്കുന്നത്. ഇത് എപ്പോഴായിരിക്കും തീരം തൊടുക എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. ഉച്ചയോടുകൂടി തീരം തൊടുമെന്നറിയാൻ സാധിക്കുന്നുണ്ടെങ്കിലും നിലവിലത്തെ റിപ്പോർട്ടുകൾ എന്താണ് പറയുന്നത്? ദേവിക, തീർച്ചയായും ഇന്ന് ഉച്ച കഴിയുന്നതോടുകൂടി തീരത്ത് തൊടാനുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ശക്തമായ കാറ്റുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 80 കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റടിക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷകരെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മഹാബലിപുരത്തിനും ആ പ്രദേശങ്ങൾക്കും എല്ലാം ഇടയിൽ അതിശക്തമായ രീതിയിൽ കാറ്റടിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വിമാനങ്ങൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യവും കൂടി നിലനിൽക്കുന്നുണ്ട്. നിലവിലെ പശ്ചാത്തലത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന 60 കിലോമീറ്റർ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നും അതിശക്തമായ കാറ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ അത് 80 കിലോമീറ്റർ വരെ ഒരു മണിക്കൂറിൽ വേഗതയിൽ കാറ്റ് ആഞ്ഞടിക്കാനുള്ള സാധ്യതയുണ്ട്. ശക്തമായ മഴയും പൊടിക്കാറ്റും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നും അറിയിക്കുന്നുണ്ട്. സ്വാഭാവികമായും വെള്ളപ്പൊക്കം പോലുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ ഈ റോഡുകളിൽ വെള്ളം കയറുക, അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ വെള്ളം കയറുക, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുക ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ശക്തമായി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. തുടർച്ചയായി മണിക്കൂറുകളോളം മഴ പെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോഴാണ് ശക്തമായ മഴയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം നേരത്തെ ദേവിക ചൂണ്ടിക്കാട്ടിയത് തന്നെയാണ്. അതായത് മത്സ്യബന്ധന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ്, 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കർണാടക അതിർത്തി വരെയുള്ള പ്രദേശങ്ങളിൽ 2-3 ദിവസങ്ങൾക്കുള്ളിൽ കാറ്റ് ആഞ്ഞടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശത്തെ ആ മേഖലകളിലെല്ലാം തന്നെ കേരളത്തിന്റെ തെക്കൻ മേഖലകളിലാണ് കൂടുതലും ശക്തമായിട്ടുള്ളത് എങ്കിൽ കൂടി കേരളം മുഴുവനും കർണാടക അതിർത്തി വരെ അത്തരത്തിൽ ശക്തമായ കാറ്റുണ്ടാകാനുള്ള സാധ്യത, 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റുണ്ടാകാനുള്ള സാധ്യതയും മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷവും ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുത് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പിഞ്ചാൽ ചുഴലിക്കാറ്റ് ഇന്ന് ഉച്ചയോടെ തീരം തൊടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതാണ്ട് തീരത്തോട് അത് അടുക്കുന്നു എന്നും അറിയുന്നു. ചെന്നൈയിൽ കനത്ത മഴയും കാറ്റുമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെയെല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്.